BSc കെമിസ്ട്രി സെമസ്റ്റർ 4 ഓർഗാനിക് കെമിസ്ട്രിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സ്റ്റീരിയോ കെമിസ്ട്രി. അതിൽ നിന്നും എല്ലാ പ്രാവശ്യവും യൂണിവേഴ്സിറ്റി എക്സാമുകൾക്കും വേറെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ആയ ജാം, ഗേറ്റ്, നെറ്റിനൊക്കെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഏതെങ്കിലുമൊക്കെ ഓർഗാനിക് കോമ്പൗണ്ട്സ് തന്നിട്ട് അതിൻ്റെ ആറാൻഡസ് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാനുള്ളത്. അത് വളരെ സിമ്പിൾ ആണെങ്കിലും പലപ്പോഴും നമ്മുടെ വിഷ്വലൈസേഷൻ പ്രശ്നങ്ങൾ കൊണ്ട് തെറ്റിപ്പോവാറുണ്ട്. അപ്പോൾ ഇവിടെ വിഷ്വലൈസേഷനും റൊട്ടേഷനും ഒന്നുമില്ലാണ്ട് വളരെ സിമ്പിളായിട്ട് എങ്ങനെയാണ് നമുക്ക് ആറാൻഡസ് കോൺഫിഗറേഷൻ വിത്തിൻ സെക്കൻഡ്സ് അസൈൻ ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ നമ്മുടെ കൈറാൾ സെൻറ്ററിന് ചുറ്റുമുള്ള ആറ്റങ്ങൾ അല്ലെങ്കിൽ ഗ്രൂപ്പ്സ് ഓഫ് ആറ്റത്തിന് നമ്മൾ എന്ത് കൊടുക്കണം? പ്രയോറിറ്റി നമ്പർ കൊടുക്കണം എന്നുള്ളതാണ്. എന്തിൻ്റെ ബേസിസിൽ? അറ്റോമിക് നമ്പറിൻ്റെ ബേസിസിൽ. ഹയർ അറ്റോമിക് നമ്പർ ഉള്ളതിന് നമ്മൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കും. പിന്നെ അവിടെ നിന്ന് നമ്മൾ ലോവർ അറ്റോമിക് നമ്പർ ഉള്ളതിന് കുറഞ്ഞ നമ്പർ കൊടുത്ത് വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഞാൻ ഇവിടെ ഒരു മോളിക്യൂൾ തന്നിട്ടുണ്ട്. അപ്പോൾ അതിന് പ്രയോറിറ്റി ഓർഡർ അസൈൻ ചെയ്യുവാണെങ്കിൽ ഈ നടുക്കുള്ള ഞാൻ ഈ സ്റ്റാർ ഇട്ടേക്കുന്നത് എന്തിനാ? ഈ കാർബൺ കൈറാൾ കാർബൺ ആണോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ കാർബൺ ആറ്റത്തിന് ചുറ്റുമുള്ള 4 ഗ്രൂപ്പ്സ്, ബ്രോമിൻ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്, CH3 ഉണ്ട്, ഡ്യൂട്ടീരിയം ഉണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ പ്രയോറിറ്റി ഓർഡർ അസൈൻ ചെയ്യുവാണെങ്കിൽ നമുക്കറിയാം ബ്രോമിൻ്റെ അറ്റോമിക് നമ്പറാണ് 35. അപ്പോൾ ഏറ്റവും കൂടുതൽ അറ്റോമിക് നമ്പർ അതിന് ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെ കാർബൺ ആണ് അല്ലേ? കാർബണിൻ്റെ അറ്റോമിക് നമ്പർ 6 ആണ്. അപ്പം അതിന് അടുത്ത സെക്കൻഡ് പ്രയോറിറ്റി കൊടുക്കാം. ഇനി നമ്മൾ ഹൈഡ്രജനെയും ഡ്യൂട്ടീരിയത്തിനെയും നോക്കുവാണെങ്കിൽ അവിടെയാണ് പ്രശ്നം വരിക. രണ്ടിൻ്റെയും അറ്റോമിക് നമ്പർ സെയിം ആണ്. അറ്റോമിക് നമ്പർ സെയിം ആണെങ്കിൽ നമ്മൾ തൊട്ടടുത്ത് എന്താ ചെയ്യുക? അറ്റോമിക് മാസിനെ കൺസിഡർ ചെയ്യും. നമുക്കറിയാം ഹൈഡ്രജനെക്കാട്ടിലും മാസ് ഡ്യൂട്ടീരിയത്തിനാണ്, ഡ്യൂട്ടീരിയത്തിനെക്കാട്ടിലും മാസ് കൂടുതലാണ് ആർക്ക്? ട്രിഷ്യത്തിന്. ഇത് 3 ഹൈഡ്രജൻ്റെ ഐസോട്ടോപ്പുകളാണെന്ന് നമുക്കറിയാം അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാസ് കൂടുതലുള്ള ഡ്യൂട്ടീരിയത്തിന് 3rd പ്രയോറിറ്റി, ഹൈഡ്രജന് 4th പ്രയോറിറ്റി. ഇങ്ങനെ പ്രയോറിറ്റി അസൈൻ ചെയ്യലാണ് നമ്മുടെ ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഇനി അടുത്ത ഒരു റൂളാണ് ഫാൻറ്റം ആറ്റം റൂള്. അത് നമുക്ക് അറിയാമായിരിക്കും, പക്ഷേ ഈ ഒരു പേരിൽ ഒരു പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ടാവില്ല. ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഒരാളാണുള്ളത് എങ്കിൽ, മീൻസ് കാർബണിൻ്റെ 2 വാലൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരു ഓക്സിജൻ ആണ് എങ്കിൽ നമ്മൾ ഈ പ്രയോറിറ്റി അസൈൻ ചെയ്യാൻ സമയത്ത് നമ്മൾ അതിനെ എന്ത് ചെയ്യും? ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് 2 ഓക്സിജനായിട്ട് അങ്ങ് എഴുതും. ശരിക്കും അത്രേ ഉള്ളൂ, ഒരു ഓക്സിജനേ ഉള്ളൂ. പക്ഷെ നമ്മുടെ ഫാൻറ്റം ആറ്റം റൂൾ പ്രകാരം നമ്മൾ നമ്മുടെ ഫാൻറ്റസിയിൽ ഒരു ഓക്സിജനെ കൂടെ നമ്മൾ എക്സ്ട്രാ അങ്ങിടും. ഓക്കെ അല്ലേ? അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ കാർബൺ ആറ്റം 2 ഓക്സിജനുമായിട്ടും ഇവിടെ ഇനി വേറെ ഏത് 2 ഗ്രൂപ്പാണോ ഉള്ളത് അതുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് എന്ന് കരുതും. ഓക്കെ അല്ലേ? ഇത് എവിടെയാണ് അപ്ലൈ ചെയ്യാന്നുള്ളത് നമ്മൾ എക്സാമ്പിൾസ് നോക്കുമ്പോൾ പറയാം കേട്ടോ. ഇനി അതേപോലെ കാർബൺ ആറ്റം ഒരു നൈട്രജൻ അല്ലെങ്കിൽ അതിൻ്റെ 3 വാലൻസിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് ഒരു നൈട്രജൻ ആറ്റം ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് ചെയ്യുക? സ്പ്ലിറ്റ് ചെയ്ത് ഓൾറെഡി ഉള്ള നൈട്രജനെ നമ്മൾ ഒന്ന് എഴുതും, ബാക്കി നമ്മുടെ ഫാൻറ്റസിയിലുള്ള 2 നൈട്രജൻ ആറ്റത്തിനെ കൂടെ ഇങ്ങനെ എഴുതും. ഓക്കെ അല്ലേ? മീൻസ് ദിസ് കാർബൺ ഈസ് അറ്റാച്ച്ഡ് ടു 3 അതർ നൈട്രജൻ ആറ്റം എന്ന് നമ്മൾ കൺസിഡർ ചെയ്യും. ശരിക്കും അങ്ങനെയല്ല, നമ്മൾ അങ്ങനെ അസ്യൂം ചെയ്യും. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ഫാൻറ്റം ആറ്റം റൂള്. അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം എന്നുള്ളത് നമുക്ക് എന്ത് ചെയ്യാം? എക്സാമ്പിൾസ് വെച്ച് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഹെഡിങ് നോക്കിക്കേ, കോമ്പൗണ്ട്സ് വിത്ത് കൈറാൾ സെൻറ്റർ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ വരും അല്ലേ? കൈറാൾ സെൻറ്റർ അല്ലാത്ത കോമ്പൗണ്ട്, കൈറാൾ സെൻറ്റർ ഇല്ലാത്ത കോമ്പൗണ്ട്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? ആറാൻഡസ് കോൺഫിഗറേഷൻ അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഒരു കോമ്പൗണ്ട് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കണമെങ്കിൽ ഒരു കൈറാൾ സെൻറ്റർ തന്നെ വേണം എന്നില്ല. കൈറാൾ ആക്സിസോ കൈറാൾ പ്ലെയിനോ ഉണ്ടെങ്കിലും അത് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി കാണിക്കും. പക്ഷേ നമ്മുടെ BSc ലെവലിൽ നമുക്ക് ആരെ മാത്രം പഠിച്ചാൽ മതി? കൈറാൾ സെൻറ്റർ ഉള്ള കോമ്പൗണ്ട്സിൻ്റെ ആറാൻഡസ് കോൺഫിഗറേഷൻ മാത്രം അസൈൻ ചെയ്യാൻ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ ഇവിടുത്തെ നമ്മുടെ കൈറാൾ സെൻറ്ററാണിത്. കൈറാൾ സെൻറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒരു കാർബൺ ആറ്റം, അതിൻ്റെ ചുറ്റുമുള്ള 4 വാലൻസിയിലുള്ളത് 4 ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സോ ആറ്റംസോ ആണെങ്കിൽ നമുക്ക് അതിന് എന്തെന്ന് പറയാം? അതൊരു കൈറാൾ സെൻറ്റർ ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ കൈറാൾ സെൻറ്ററിലുള്ള അറ്റാച്ച് ചെയ്തേക്കുന്ന ഗ്രൂപ്പുകൾക്ക് നമുക്ക് പ്രയോറിറ്റി അസൈൻ ചെയ്യാം. ഫസ്റ്റ് പ്രയോറിറ്റി നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തന്നേക്കുന്നതിൽ അറ്റോമിക് നമ്പർ കൂടുതൽ നൈട്രജൻ ആണ്. അപ്പോൾ അതിന് 1 കൊടുത്തു. ഇനി അടുത്തത് ഇവിടെ CH3 ഉണ്ട്, ഇവിടെ COOH ഉണ്ട്. നമ്മൾ നോക്കുമ്പോൾ രണ്ടിലും അറ്റാച്ച് ചെയ്തേക്കുന്ന ആറ്റം കാർബൺ ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആർക്ക് അടുത്ത പ്രയോറിറ്റി കൊടുക്കും? നോക്കിക്കേ. അപ്പോൾ അങ്ങനെ വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? തൊട്ടടുത്ത് അറ്റാച്ച് ചെയ്തേക്കുന്ന ആറ്റത്തിനെ നോക്കാം. അപ്പോൾ ഇവിടെ എടുക്കുവാണെങ്കിൽ ഈ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തേക്കുന്നത് സിംപ്ലി 3 ഹൈഡ്രജൻ ആറ്റവുമായിട്ടാണ്. പക്ഷെ നമ്മൾ ഇവിടുത്തെ COOH ഗ്രൂപ്പ് എടുത്താലോ അതിന് നമ്മൾ എഴുതുക ഇങ്ങനെയാണ് അല്ലേ? അപ്പോൾ ശരിക്കും നോക്കിക്കേ, ഈ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തേക്കുന്നത് നമ്മുടെ ഫാൻറ്റം ആറ്റം റൂൾ പ്രകാരം
3 ഓക്സിജനുമായിട്ടാണ് അല്ലേ. അപ്പോൾ ഹൈഡ്രജൻ ആണോ ഓക്സിജൻ ആണോ അറ്റോമിക് നമ്പർ കൂടുതലെന്ന് ചോദിച്ചാൽ ഡെഫിനറ്റ്ലി ഓക്സിജൻ ആണ്. പ്രയോറിറ്റി നമ്പർ 2 ആർക്ക് കൊടുക്കുക, COOHന് കൊടുക്കുക. ഇതിന് തേർഡ് പ്രയോറിറ്റി, ഇതിന് ഫോർത്ത് പ്രയോറിറ്റി. ഇങ്ങനെ പ്രയോറിറ്റി അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യാനുള്ളത് ബാക്കിലോട്ട് നിൽക്കുന്ന ഗ്രൂപ്പ്, ഇതിന് ആരോ ആയിക്കോട്ടെ, ബാക്കിലോട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് മീൻസ് ഡാഷിലുള്ള ഗ്രൂപ്പിനെ നമ്മൾ ജസ്റ്റ് കൈ വെച്ച് മറച്ച് പിടിക്കുക. നമ്മുടെ ബുക്കിലായിരിക്കുമല്ലോ നമ്മളിത് ചെയ്യുക. അപ്പോൾ അതിനൊന്ന് മറച്ച് പിടിക്കുക. എന്നിട്ട് ലോവസ്റ്റ് പ്രയോറിറ്റി ടു ഹയസ്റ്റ് പ്രയോറിറ്റി റൊട്ടേറ്റ് ചെയ്യുക. മറച്ച് പിടിച്ചേക്കുന്നതിന് പ്രയോറിറ്റി നമ്മൾ തൽക്കാലം നോക്കേണ്ട കാര്യമില്ല, ബാക്കി നോക്കുക. നോക്കിക്കേ, 1 2 2 2 3. ഞാനിതിപ്പോൾ ഏത് ഡിറക്ഷനിലാണ് റൊട്ടേറ്റ് ചെയ്തേക്കുന്നത്? ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ അല്ലേ, ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേഷൻ ആണ് നമുക്ക് കിട്ടുന്നതെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടിൻ്റെ കോൺഫിഗറേഷൻ നമ്മൾ എസ് എന്ന് കരുതുക. ക്ലോക്ക് വൈസ് ആണ് എങ്കിൽ അത് ആരായിരിക്കും? R ആയിരിക്കും കോൺഫിഗറേഷൻ. ഓക്കെ അല്ലേ. അപ്പോൾ എനിക്കിപ്പോൾ ഇവിടെ ആരെയാണ് കിട്ടിയത്? എസ് ആണ് അല്ലേ കിട്ടിയത്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, എസ് ആണ് കിട്ടിയത്. ഇനി നമ്മൾ ലാസ്റ്റ് ഒരു കാര്യം കൂടെ നോക്കണം. നമ്മൾ ഈ ബാക്കിലോട്ട് മറച്ച് പിടിച്ചേക്കുന്ന ഡാഷിൽ നിൽക്കുന്ന ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റി നമ്പർ ഈവൻ നമ്പർ ആണെങ്കിൽ നമുക്ക് കിട്ടിയ ഈ എസ് തന്നെയാണ് എന്ത്, അതിൻ്റെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത്. ഇനി ഈ ബാക്കിലോട്ട് നിൽക്കുന്നതിൻ്റെ പ്രയോറിറ്റി നമ്പർ ഒരു ഓഡ് നമ്പർ ആയിരുന്നെങ്കിൽ നമ്മൾ ഈ എസ്സിനെ എന്താക്കേണ്ടി വന്നേനെ? R ആക്കേണ്ടി വന്നേനെ. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മളത് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ. അടുത്ത എക്സാമ്പിൾ നോക്കാം. ഇവിടെ നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈ ഓക്സിജന് പോവും. സെക്കൻഡ് നമ്മൾ നേരത്തെ തൊട്ട് മുന്നത്തെ എക്സാമ്പിൾ പറഞ്ഞത് വെച്ചിട്ട് ഇതിന് 2, ഇതിന് 3, ഇതിന് 4. ബാക്കിലോട്ട് നിൽക്കുന്ന ഈ ഹൈഡ്രജനെ എന്ത് ചെയ്യുക? നിങ്ങൾ കൈവച്ച് മറച്ച് പിടിക്കുക. ഇതിൻ്റെ ലോവസ്റ്റ് ടു ഹയസ്റ്റ് പ്രയോറിറ്റി റൊട്ടേറ്റ് ചെയ്യുക. 1 2 2 2 3. ഇതിപ്പോൾ ഏത് ഡിറക്ഷനിലാണ് ഞാൻ റൊട്ടേറ്റ് ചെയ്തത്? ക്ലോക്ക് വൈസ് ആണ്. അപ്പോഴേ R എഴുതിക്കൊള്ളുക. പിന്നെ നമ്മൾ ബാക്കിലോട്ട് മറച്ച് പിടിച്ചേക്കുന്ന ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റി ഈവൻ നമ്പറാണ്. അപ്പോൾ കിട്ടിയ R തന്നെയാണ്, മാറ്റേണ്ട കാര്യമില്ല. ഓക്കെ അല്ലേ. ഈ തേർഡ് എക്സാമ്പിൾ കൂടെ ഒന്ന് നോക്കിക്കേ. ഫോർത്ത് നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിക്കോട്ടോ. തേർഡ് വൺ നോക്കുവാണെങ്കിൽ അറ്റോമിക് നമ്പർ ഇതിന് ഫസ്റ്റ് കൊടുക്കുക, പിന്നെ ഇതിന് സെക്കൻഡ്, ഇതിന് തേർഡ്, ഇതിന് ഫോർത്ത്. ഇവിടെ നമ്മൾ ബാക്കിലോട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് ആരാ? NH2 ആണ് അല്ലേ. അതിനെ നിങ്ങൾ കൈവച്ച് മറച്ച് പിടിക്കുക. അത് പൊക്കോട്ടെ, അതാണ് 1ൽ കിടക്കുന്നത്. 1 പൊക്കോട്ടെ. ബാക്കിയുള്ളത് ആരാ? 2 2 3 2 4. റൊട്ടേറ്റ് ചെയ്തത് ഏത് ഡിറക്ഷനാണ്? ക്ലോക്ക് വൈസ് ആണ് അല്ലേ. ക്ലോക്ക് വൈസ് ആണെങ്കിൽ നമ്മൾ ആരെ എഴുതുക? R ആണ് എഴുതുക. പക്ഷേ നമ്മൾ മറച്ച് പിടിച്ചേക്കുന്ന ബാക്കിലോട്ട് നിൽക്കുന്ന ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റി ഓർഡർ 1 ആയതുകൊണ്ട് Rനെ നമ്മൾ എന്താക്കുക? S ആക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൻ്റെ കോൺഫിഗറേഷൻ എന്താ? S ആണ്. ഓക്കെ അല്ലേ. അടുത്ത് നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ. അത് നമുക്ക് എന്തെന്ന് കിട്ടും? S എന്ന് കിട്ടും. അതേപോലെ വളരെ സിമ്പിളാണ്. കാണുമ്പോൾ ഒരു ഇച്ചിരി പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ഇതാണ് നമ്മുടെ കൈറാൾ സെൻറ്റർ. നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കോൺഫിഗറേഷൻ എന്താവും കിട്ടുക? S കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയത് കറക്റ്റാണ്. ഓക്കെ അല്ലേ. ഇനി അടുത്തത് 6th വൺ. സെയിം നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ. ഇവിടെ ഉള്ളത് ആരാണെന്ന് മനസ്സിലാക്കുക? CH2 ആണ്. ഇവിടെയും ഉള്ളത് CH2 ആണെന്ന് മനസ്സിലാക്കുക. പ്രയോറിറ്റി അസൈൻ ചെയ്യുമ്പോൾ ഇതിന് 1 കൊടുക്കുക. ഇനി ഇവിടെ M എന്ന് വെച്ചാൽ ആരാ? CH3 ആണല്ലോ. ഇവിടെയും കാർബൺ ആറ്റം, ഇവിടെയും കാർബൺ ആറ്റം, ഇവിടെയും കാർബൺ ആറ്റം. അപ്പോൾ അങ്ങനെ കാർബൺ ആറ്റം വെച്ചിട്ട് നമുക്ക് പ്രയോറിറ്റി അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇനി ഇത് അറ്റാച്ച് ചെയ്തേക്കുന്നത് അടുത്ത ആറ്റത്തിനെ നമ്മൾ നോക്കുക. ഓക്കെ അല്ലേ. അപ്പോൾ അത് നോക്കുമ്പോൾ ഇവിടെ 3 ഹൈഡ്രജനാണുള്ളത്. ഇവിടെ 2 വാലൻസിയിൽ 2 ഹൈഡ്രജനും, മൂന്നാമത്തെ വാലൻസിയിൽ ആരാ ഉള്ളത്? ഇവിടെ ഒരു കാർബൺ ആറ്റം ആണുള്ളത്. ഇത് ഡബിൾ ബോണ്ട് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു കാർബൺ ആറ്റം ആണുള്ളത്. അടുത്തതുപോലെ നമ്മൾ ഇതിനെ നോക്കുമ്പോൾ ഈ കാർബൺ ആറ്റവും അറ്റാച്ച് ചെയ്തേക്കുന്നത് ഒരു കാർബൺ ആറ്റം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റില്ല? പ്രയോറിറ്റി അസൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് അറ്റാച്ച് ചെയ്തേക്കുന്ന അടുത്ത ആറ്റത്തിനെ നോക്കുക. ഇവിടെ CH2 ആണുള്ളത്. പക്ഷേ ഇവിടെ C ഡബിൾ ബോണ്ട് ആണ്. ഇവിടുത്തെ കാർബൺ ആറ്റം അറ്റാച്ച് ചെയ്തേക്കുന്നത് 2 ഓക്സിജനുമായിട്ടാണ്. ഫാൻറ്റം ആറ്റം റൂളേ. ഓക്കെ അല്ലേ. അപ്പം നമ്മുടെ പ്രയോറിറ്റി നമ്മൾ കൊടുക്കുമ്പോൾ നോക്കിക്കേ എങ്ങനെയാണ് വരിക. ഞാൻ അതിനെ വൃത്തിക്കൊന്ന് ഇങ്ങോട്ടേക്ക് മാറ്റി വരയ്ക്കുന്നതാണ്. ഇവിടെ 1 കിട്ടി, ഇവിടെ 2 കിട്ടി. ഇനി അടുത്ത ആരാ? ഇവിടെ നമ്മൾ 3 കൊടുക്കുന്നു, ഇവിടെ നമ്മൾ 4 കൊടുക്കുന്നു. എന്താ ഇവിടെ 3യും ഇവിടെ 4ഉം കൊടുത്തത്? ഇവിടെ 3 എങ്ങനെയാണ് വന്നത്? ഈ കാർബൺ ആറ്റത്തിൻ്റെ ഒരു വാലൻസിയിൽ കാർബൺ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ കാർബൺ ആറ്റത്തിൻ്റെ 3 വാലൻസിയിലും ഹൈഡ്രജനാണ്. ഹൈഡ്രജനാണോ കാർബൺ ആണോ അറ്റോമിക് നമ്പർ കൂടുതൽ? കാർബൺ ആറ്റം അല്ലേ. അങ്ങനെയാണ് നമ്മളിത് അസൈൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഇനി സിമ്പിൾ അല്ലേ. ബാക്കിലോട്ട് നിൽക്കുന്നതിനെ മറച്ച് പിടിക്കുക. ഹയസ്റ്റ് പ്രയോറിറ്റി ടു ലോവസ്റ്റ് പ്രയോറിറ്റി റൊട്ടേറ്റ് ചെയ്യുക. ഏതാണോ കോൺഫിഗറേഷൻ അത് എഴുതുക. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടാൻ പോകുന്നതെന്ന് വെച്ചാൽ R ആണ് കിട്ടാൻ പോകുക. അപ്പോൾ ഇത്ര സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഇനി അടുത്തൊരു സിസ്റ്റത്തിലൂടെ നമ്മൾ മൂവ് ചെയ്യുവാണ്. സിസ്റ്റത്തിൻ്റെ പേര് നിങ്ങൾക്ക് അറിയാം, നോർബോർണൈൽ സിസ്റ്റം അല്ലേ. ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കേ, നമ്മൾ പറഞ്ഞ ടെട്രാഹെഡ്രൽ ഷേപ്പ് അത് ഇവിടെയും ഉണ്ട് കേട്ടോ.
ഇതൊരു കാർബൺ ആറ്റം ആണ് എങ്കിൽ അതിൻ്റെ ഒരു വാലൻസി, രണ്ടാമത്തെ വാലൻസി, ഇത് മൂന്നാമത്തെ വാലൻസി, ഇത് നാലാമത്തെ വാലൻസി. ഓക്കെ അല്ലേ? ഇതിൽ ഈ 2 വാലൻസി പ്ലെയിനിലാണ് കിടക്കുന്നത്. ഈ ഒരെണ്ണം നമുക്ക് നേരെയാണ് നിൽക്കുന്നത്, ഇത് നമ്മുടെ ബാക്കിലോട്ടാണ് നിൽക്കുന്നത്. ഇതിനെ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇത്ര നേരം പറഞ്ഞ പോലെ നമ്മൾ മാറ്റി അങ്ങ് വരച്ചാൽ മതി. ഇത് രണ്ടും പ്ലെയിനിൽ കിടക്കുന്നത്, ഇത് ഫ്രണ്ടിലോട്ട് നിൽക്കുന്നത്, ഇത് ബാക്കിലോട്ട് നിൽക്കുന്ന ഗ്രൂപ്പ്. പക്ഷെ ഇവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി. നമുക്കറിയാം കാർബൺ ആറ്റത്തിന് ചുറ്റും 4 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഷേപ്പ് ഷുഡ് ബി ടെട്രാഹെഡ്രൽ. ഈ വരച്ചിരിക്കുന്നത് നമ്മൾ വരച്ചിരിക്കുന്നതൊക്കെ ശരിയാണ്, പക്ഷെ അതിന് കുറച്ചും കൂടെ ഒന്ന് വൃത്തിക്ക് വരയ്ക്കാൻ വേണ്ടിയിട്ട് ആ ഫ്രണ്ടിലോട്ട് നിൽക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് ഇങ്ങനെയാക്കി അങ്ങ് വരയ്ക്കുക. ഒരു എക്സിൻ്റെ ഷേപ്പിൽ നിങ്ങൾ വരയ്ക്കണം, അല്ലെങ്കിൽ നമ്മൾ പ്രയോറിറ്റി അസൈൻ ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. പ്രയോറിറ്റി അസൈൻ ചെയ്യുമ്പോഴല്ല, റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തെറ്റിപ്പോവും. ഓക്കെ അല്ലേ? അപ്പോൾ എപ്പോഴും ഒരു എക്സിൻ്റെ ഷേപ്പ്, ഈ എക്സിൻ്റെ ഷേപ്പ് എന്ന് പറയുമ്പോഴത്തേന് അതിന് എങ്ങനെ വേണമെങ്കിലും വരാം കേട്ടോ, ഇങ്ങനെ ചെരിഞ്ഞിരിക്കാം, എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷേ ഈ പ്ലെയിനിൽ കിടക്കുന്ന 2 ഗ്രൂപ്പുകൾ അടുത്തടുത്ത് തന്നെ വരണം. ഓക്കെ, അതിന് ഇങ്ങനെ വേണമെങ്കിലും ഇരിക്കാം, എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷേ എന്താ വേണ്ടത്? അത് രണ്ടും ഇങ്ങനെ അടുത്തടുത്ത് തന്നെ ഇരിക്കണം. ഓക്കെ, എന്നിട്ട് ഒരു എക്സിൻ്റെ ഷേപ്പിലാക്കി മാറ്റുകയാണ്. അപ്പോൾ നിങ്ങൾ നോക്കിക്കാൻ ഞാൻ പറഞ്ഞല്ലോ, ഇത് രണ്ടും പ്ലെയിനിൽ, ഇത് ഫ്രണ്ടിലോട്ട്, ഇത് ബാക്കിലോട്ട്. ആ ഗ്രൂപ്പിനെ നിങ്ങൾ അങ്ങനെ വരച്ചങ്ങ് എഴുതിയാൽ മതി. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇവിടുത്തെ ഇതൊരു കൈറാൾ സെൻറ്റർ ആണെങ്കിൽ ഇതിപ്പോൾ എങ്ങനെയാണ് നോക്കുക? ആ ഒരു കാർബൺ ഈ 2 ബോണ്ടാണ് കേട്ടോ, ഈ 2 ബോണ്ടാണ് ഞാൻ ഈ വരച്ചേക്കുന്നത്. ഇത് ബാക്കിലോട്ട് നിൽക്കുന്ന പോലെയും ഇത് നമുക്ക് നേരെ നിൽക്കുന്ന പോലെയും അല്ലേ തോന്നുന്നത്? അപ്പം അങ്ങനെയാണെങ്കിൽ അതിനെ നിങ്ങൾ എന്ത് ചെയ്യുക? നമുക്ക് നേരെ നിൽക്കുന്നതിനെ വെഡ്ജിലാക്കി എഴുതുക, മറ്റേതിനെ ഡാഷിലാക്കി എഴുതുക. എന്നിട്ട് സാധാരണ ചെയ്യണ പോലെ പ്രയോറിറ്റി അസൈൻ ചെയ്യുക. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ നോക്കിക്കേ. ഇവിടെ നമ്മുടെ ഇതൊരു കൈറാൾ സെൻറ്റർ ആണ്, ഇതും ഒരു കൈറാൾ സെൻറ്റർ ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുവാണെങ്കിൽ ഈ ഇങ്ങനെ അല്ലേ, ഇതിപ്പോൾ ഞാൻ നേരത്തെ ആ ഫിഗറിൽ കാണിച്ചു തന്ന പോലെ, ഇത് ബാക്കിലോട്ടും, ഇവിടെ ഒരാളെ കാണാനില്ല, ആ ആളപ്പോൾ ആരായിരിക്കും? ഹൈഡ്രജൻ ആണെന്ന് നമ്മൾ മനസ്സിലാക്കുക. പക്ഷെ നമ്മളതിനെ എങ്ങനെ മാറ്റി വരയ്ക്കുക? ഇങ്ങനെ മാറ്റി വരയ്ക്കുക. ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇതാണ് നമ്മുടെ ബാക്കിലോട്ട് നിൽക്കുന്ന ആ ബ്രിഡ്ജിലോട്ട് പോയേക്കുന്ന ആൾ. അതിലാരാ ഉള്ളത്? ഇവിടെ ഒരു കാർബൺ ആറ്റം ഉണ്ട്, പിന്നെ അതിന് മുകളിൽ 2 CH3 ഉണ്ട്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഇങ്ങനെ വരച്ച് വെക്കാം കേട്ടോ. നമുക്ക് അസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വരും. പക്ഷേ പിന്നെ നിങ്ങൾക്ക് ഈ ഫിഗറിലിട്ട് തന്നെ സുഖമായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ അല്ലേ? അപ്പോൾ ഇനി ഇവിടെ ഒരു CH2, ഇവിടെ ഒരു CH2, അപ്പോൾ ഇത് രണ്ടും വെച്ചിട്ട് അസൈൻ ചെയ്യാൻ വേണ്ടി പറ്റൂല. നമ്മൾ പിന്നെ നേരെ ഇങ്ങോട്ട് പോകും, തൊട്ടടുത്ത കാർബൺ ആറ്റത്തിലോട്ട് പോകും. അപ്പോൾ ഇവിടെ CH2 ആണുള്ളത്, അപ്പോൾ പിന്നെ ഇവിടെ ഡബിൾ ബോണ്ട് ഉള്ളത് കൊണ്ട് ആ പ്രയോറിറ്റി കൂടുതൽ ഇവിടെ പോവും. ഓക്കെ അല്ലേ? പക്ഷെ അതിന് മുന്നേ നമ്മൾ ഈ ആളെ നോക്കുവാണെങ്കിൽ ഈ കാർബൺ ആറ്റം വേറെ 2 കാർബൺ ആറ്റമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിനായിരിക്കും പ്രയോറിറ്റി നമ്പർ 1 പോവുക, പിന്നെ ഇതിന് 2 പോവും, ഇതിന് 3, ഇതിന് 4. ഇത് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? പ്രയോറിറ്റി അസൈൻ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുകയെന്ന് വെച്ചാൽ ഇവിടത്തെ ഇതിന് S കിട്ടും. അതേപോലെ നിങ്ങൾ ഇതും വരയ്ക്കുക. ഇത് രണ്ടും പ്ലെയിനിൽ കിടക്കുന്ന ബോണ്ടാണ്. ഓക്കെ, ഇത് ഫ്രണ്ടിലോട്ട് നിൽക്കുന്ന ബോണ്ടാണ്. അപ്പോൾ അതിനെ നിങ്ങൾ എന്ത് കൊടുക്കുക? വെഡ്ജ് കൊടുക്കുക. എന്നിട്ട് ബാക്കിലോട്ട് നിൽക്കുന്ന CH3 അങ്ങനെ എഴുതുക. വേണ്ട, നിങ്ങൾക്ക് ഇനി ആവശ്യമുള്ള ആറ്റങ്ങളെല്ലാം ഇവിടെ എഴുതിയിട്ട് പ്രയോറിറ്റി അസൈൻ ചെയ്യുക. നിങ്ങൾ അതും അസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടും? S തന്നെ കിട്ടും. പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല, ഇങ്ങനെ അസൈൻ ചെയ്യുക. നമ്മൾ പറഞ്ഞ പോലെ ബാക്കിലോട്ട് നിൽക്കുന്നതിനെ മറച്ച് പിടിക്കുക, റൊട്ടേറ്റ് ചെയ്യുക, കോൺഫിഗറേഷൻ ഏതാണെന്ന് നോക്കുക. മറച്ച് പിടിച്ചതിന് പ്രയോറിറ്റി ഓർഡർ ഈവൻ നമ്പർ ആണെങ്കിൽ അത് തന്നെ റീറ്റെയിൻ ചെയ്യുക. ഓഡ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ ഏതാണോ കിട്ടിയത് അതിൻ്റെ ഓപ്പോസിറ്റ് എടുക്കുക. സിമ്പിൾ അല്ലേ? അപ്പോൾ അത്രേ ഉള്ളൂ നോർബോർണൈൽ സിസ്റ്റത്തിൻ്റെ കാര്യം. അതേപോലെ തന്നെയാണ് നമ്മുടെ അടുത്ത ഈ സിസ്റ്റത്തിൻ്റെ പേരാണ് ഡെക്കാലിൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഇപ്പോൾ ഡെക്കാലിൻ ആണെന്ന് അറിഞ്ഞാലേ ചെയ്യാൻ പറ്റുള്ളൂ എന്നില്ല, ടെസ്റ്റിലാണെന്ന് പറഞ്ഞതാണ്. ഡെക്കാലിൻ സിസ്റ്റമാണിത്. അത് തന്നെ സിസ് ഉണ്ട്, ട്രാൻസ് ഉണ്ട്. തൽക്കാലം അത്ര ഒന്നും നമുക്ക് വേണ്ട. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടെ 2 എണ്ണം പ്ലെയിനിലാണ് എന്നും ഈ ഒരെണ്ണം ഡാഷിലാണ് അല്ല വെഡ്ജിലാണ് എന്ന് അവർ തന്നെ തന്നിട്ടുണ്ട്. അപ്പോൾ അതിനിങ്ങനെ വരയ്ക്കുക. ഇതിൻ്റെ നടുക്കിട്ട് വരയ്ക്കാതെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിനെ ഒന്ന് മുകളിലോട്ട് വരയ്ക്കുക, മറ്റേതിൻ്റെ ബാക്കിലോട്ട് വരയ്ക്കുക, എന്നിട്ട് അസൈൻ ചെയ്യുക. നിങ്ങൾ ഇതും അസൈൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ 10S എന്ന് കിട്ടും. അവർ പൊസിഷൻ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് 10Sഉം മറ്റേത് 9R എന്ന് കിട്ടും കേട്ടോ. നിങ്ങൾ അസൈൻ ചെയ്ത് നോക്കുമ്പോൾ 10Sഉം 9R എന്ന് കിട്ടും. സിമ്പിൾ അല്ലേ? അതേപോലെ ഈ ഫിഷർ പ്രൊജക്ഷൻ ഇങ്ങനെ തന്നാലും ഇതും വളരെ സിമ്പിളാണ്. നമ്മൾ ഇത്ര നേരം ചെയ്ത പോലെ തന്നെ നിങ്ങൾ ചെയ്യുക. 1, ഇതിന് 2, ഇതിന് 3, ഇതിന് 4. നിങ്ങളൊന്നും ചെയ്യേണ്ട, ഈ താഴോട്ട് നിൽക്കുന്ന ഗ്രൂപ്പിനെ ജസ്റ്റ് ഒന്ന് മറച്ച് പിടിക്കുക. നേരത്തെ ചെയ്ത പോലെ റൊട്ടേറ്റ് ചെയ്യുക. 2, 2, 3, 2, 4. ഇതിപ്പോൾ ഏതാ? 6 ആണ് വരിക അല്ലേ? പക്ഷെ നമ്മുടെ താഴോട്ട് നിൽക്കുന്ന ഗ്രൂപ്പിൻ്റെ പ്രയോറിറ്റി നമ്പർ 1 ആയതുകൊണ്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം? 6 എന്നുള്ളതിനെ S ആക്കി മാറ്റുക. ഓക്കെ അല്ലേ? പ്രശ്നമില്ലല്ലോ?
അടുത്ത ക്വസ്റ്റ്യനും സെയിം തന്നെയാണ്, പ്രത്യേകിച്ചൊന്നുമില്ല. ഇതിൽ നമ്മുടെ ഈ കാർബൺ ആറ്റം കൈറാൾ കാർബൺ ആറ്റം അല്ല, നമുക്ക് മനസ്സിലാവുമല്ലോ. ഇതും കൈറാൾ സെൻറ്റർ, ഇതും കൈറാൾ സെൻറ്റർ. അപ്പം രണ്ടാമത്തെ കാർബൺ ആറ്റം എടുക്കുമ്പോൾ ഇത് ഒന്നാമത്തെ ഗ്രൂപ്പ്, രണ്ടാമത്തെ ഗ്രൂപ്പ്, മൂന്നാമത്തെ ഗ്രൂപ്പ്, ബാക്കി ഇത്രോനെ നിങ്ങൾ ഫോർത്ത് ഗ്രൂപ്പായിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുക? പ്രയോറിറ്റി ഓർഡർ അസൈൻ ചെയ്യുക. അപ്പം ഈ രണ്ടാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ നിങ്ങൾക്ക് 2R എന്നും കിട്ടും. ഇനി ഈ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൻ്റെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3R എന്നും കിട്ടിയാൽ നിങ്ങൾക്ക് കിട്ടിയത് ശരിയാണ്. ഓക്കെ അല്ലേ?